ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് കൈത്താങ്ങായി സർക്കാർ പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് ഇതുവരെ 12 ലക്ഷത്തിന് മേലെ അപേക്ഷകളാണ് കെ-സ്മാർട്ട് വെബ്സൈറ്റ് വഴി ലഭിച്ചത്. അപേക്ഷകൾ ഇനിയും നൽകാം. 20 ലക്ഷം അപേക്ഷകൾ ലഭിച്ചേക്കാമെന്നാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. ഈ ഒരു സാഹചര്യത്തിൽ ആർക്കെല്ലാം ഈ ആനുകൂല്യം ലഭിക്കുമെന്നും അപേക്ഷകൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നും എപ്പോൾ മുതലാണ് 1000 രൂപ ലഭിക്കുന്നതെന്നും തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തത വരുത്തി തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മറ്റു വരുമാന മാർഗമൊന്നുമില്ലാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ലഭ്യമാക്കുന്നതാണ് ഈ പദ്ധതി. കേരളത്തിൽ സ്ഥിരതാമസക്കാരായ 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും അതുപോലെ ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കുമാണ് ഈ പെൻഷൻ ലഭിക്കുക. അപേക്ഷകർ അന്ത്യോദയ അന്നയോജന മഞ്ഞ റേഷൻ കാർഡിലും അതുപോലെ മുൻഗണനാ വിഭാഗം PH പിങ്ക് റേഷൻ കാർഡിലോ ഉൾപ്പെട്ടവരായിരിക്കണം. എന്നാൽ സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം 1000 രൂപ പ്രതിമാസം ധനസഹായം ലഭിക്കുന്നവരുടെ റേഷൻ കാർഡുകൾ പിന്നീട് മുൻഗണനേതര വിഭാഗത്തിലെ നീല വെള്ള കാർഡുകളായി മാറ്റിയാൽ അവരെ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കുമെന്ന് സർക്കാർ ഇപ്പോൾ വന്ന സർക്കുലറിൽ അറിയിച്ചിട്ടുണ്ട്. പദ്ധതിയിൽ ചേർന്ന ശേഷം 60 വയസ്സ് പിന്നിട്ടാലും സഹായം ഇല്ലാതാകും. അതുപോലെ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, മറ്റ് സർവീസ് കുടുംബ പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. കൂടാതെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിരം അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് മരിച്ചാൽ അവകാശികൾക്ക് ആനുകൂല്യം ലഭിക്കുകയുമില്ല. എല്ലാ ഗുണഭോക്താക്കളും പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നു എന്ന് കാണിക്കുന്ന സത്യപ്രസ്താവന നൽകണം. 1 മാസമോ അതിലധികമോ ഏതെങ്കിലും കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ടവരോ അതല്ലെങ്കിൽ ജയിലിൽ അടക്കപ്പെട്ടവർക്കോ ആനുകൂല്യം ലഭിക്കില്ല എന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കെ-സ്മാർട്ട് വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഇതിനായി വേണ്ട രേഖകൾ പ്രധാനമായും പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ്. അതിനായി ജനന സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ ലൈസൻസ്, പാസ്പോർട്ട് ഇതൊന്നുമില്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലും മതി. അതുപോലെ ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, പദ്ധതിക്ക് അർഹയാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും നൽകണം. ഓൺലൈനായി കെ-സ്മാർട്ട് ആപ്ലിക്കേഷൻ നൽകുന്ന അപേക്ഷകൾ തദ്ദേശ സ്ഥാപന സെക്രട്ടറി അപ്രൂവ് ചെയ്ത ശേഷം അടുത്ത ഭരണസമിതി യോഗം അംഗീകരിക്കുന്നതോടെ ധനസഹായത്തിന് നിങ്ങൾ അർഹത നേടും. അതായത് നിങ്ങൾ ഓൺലൈനായി നൽകുന്ന അപേക്ഷ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറി എന്നിവർ അപ്രൂവ് ചെയ്ത ശേഷം പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പൽ ഭരണസമിതി യോഗത്തിൽ വായിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നതോടെ പദ്ധതിയിൽ അംഗമായി. തുടർന്ന് എല്ലാ മാസവും 1000 രൂപ വീതം ലഭിക്കുകയും ചെയ്യും. ട്രാൻസ് വുമൺ വനിതകളുടെ അപേക്ഷകൾ സാമൂഹ്യനീതി വകുപ്പിലെ ജില്ലാ ഓഫീസർമാർ പരിശോധിച്ച ശേഷമാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറുക എന്ന് പുതിയ സർക്കുലറിൽ ഉണ്ട്. ഡിസംബർ 22 മുതലാണ് പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയത്. അതിനാൽ ജനുവരി 22-ന് ശേഷമായിരിക്കും സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ആദ്യ വിതരണ തീയതി അറിയിപ്പുകൾ ലഭിക്കുക. ഔദ്യോഗികമായി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അറിയിപ്പുകൾ വരുമ്പോൾ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇനിയും സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം. 97 44 44 14 95 എന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.